ഹലോ മൈ ഡിയേഴ്സ്, ഇന്നൊരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. കുറച്ച് പേരായി എന്നോട് ചോദിക്കുന്നു അവരുടെ ഡി എമ്മിൻ്റെയും ഡി എഫിൻ്റെയും മാരിറ്റൽ സ്റ്റാറ്റസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുകയും ഇവിടെ ഒരു മാരേജിനുള്ള പോസിബിലിറ്റി ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. സോ ഒരുപാട് പേരുടെ മനസ്സിലുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്, ടിൻ ഫ്ലെയിംസ് തമ്മിൽ മാരേജ് നടക്കുമോ? ഒരു തടസ്സമില്ല, ഞങ്ങൾ രണ്ടുപേരും മാരീഡ് അല്ല, അപ്പോൾ ഇനി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ ഡി എഫ് ഡിവോഴ്സ്ഡ് ആണ്, ഡി എം കാർമിക് പാർട്ട്ണറുടെ കൂടെയാണുള്ളത്, അവിടെ ഒരു മാരേജ് പോസിബിലിറ്റി ഉണ്ടോ? ഇനി എൻ്റെ ഹസ്ബൻഡ് സോൾമേറ്റ് ആണ്, അപ്പോൾ ട്വിന്നിനെ മാരേജ് ചെയ്യേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ സോ ട്വിൻ ഫ്ലെയിം ജേണിയും മാരേജ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതല്ലെങ്കിൽ അങ്ങനെ പോസിബിലിറ്റി ഉള്ള ട്വിൻസ് ആരൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ഒരുപാട് പേർക്ക് ഈ ജേണി എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ്റെ ജേണിയാണ്. അതായത് നമ്മൾ ഈ ജേണിയിലെത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ ജേണിയുടെ എത്തി കുറച്ച് കാലത്തോളം വളരെയധികം ഡിപ്രസ്ഡ് ആയിരിക്കും. അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ജോബിലും മണി ഇഷ്യൂസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയി എപ്പോഴും ഒരു പെയിനിൽ നിരാശയായിരിക്കും, ജീവിതത്തെക്കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നവർക്ക് ഞാൻ ആരാണെന്നും എൻ്റെ പവർ എന്താണെന്നും തിരിച്ചറിഞ്ഞ് നെർവസ് സിസ്റ്റത്തൊക്കെ കാമാക്കി ഉള്ളിലുള്ള കഴിവുകളെയൊക്കെ തിരിച്ചറിഞ്ഞ് സൊസൈറ്റിയിലൊക്കെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പഠിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നത്, അതായത് ഒരു ഡേ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മുടെ ലൈഫിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇത്തരം ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇല്ലാതെ ട്രിഗറുകളൊക്കെ കുറിച്ച് അവനവൻ്റെ ഒരു പവറിലിരിക്കുന്ന ഒരു ജേണിയാണ് ഒരുപാട് പേർക്ക്. അത് ആ ഒരു ലക്ഷ്യത്തിൽ എത്തുക എന്നുള്ളതാണ് ട്വിൻ ഫ്ലെയിം ജേണിയുടെ അൾട്ടിമേറ്റ് മോട്ടോ എന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് എത്തുന്നവരുണ്ട്. ഇപ്പം എൻ്റെ പേഴ്സണൽ സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ ആ ഒരു സ്റ്റേജ് കടന്നു വന്ന് ആ സ്റ്റേജിലൂടെ കുറച്ച് ദൂരം, കുറച്ച് മാസങ്ങൾ താണ്ടി വന്ന് അടുത്തതായിട്ട് എനിക്ക് മനസ്സിലായി ഈ ഒരു ജേണി എന്ന് പറയുന്നത് നമ്മുടെ അവബോധം വർദ്ധിപ്പിക്കുക, കോൺഷ്യസ്നെസ് ലെവൽ. ഈ ഒരു ജേണി എന്നുള്ളതല്ല, മനുഷ്യ ജീവിതം തന്നെ ഓരോ ജന്മങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ കോൺഷ്യസ്നെസ് ലെവൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് മനസ്സിലായി. ഞാൻ ബോധമാണ്, ആ ബോധത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ കൂടെയുള്ള എന്നിലേക്ക് നിയോഗിക്കപ്പെട്ട് എത്തുന്നവരുടെയൊക്കെ ബോധമണ്ഡലത്തെ വികസിപ്പിക്കാനുള്ള ഒരു ഹെൽപ്പ് നൽകുക, അവരെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക, അവരെ ഇന്നർ യൂണിയനിലേക്ക് എത്തിക്കുക തുടങ്ങിയൊക്കെയാണ് എൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കി ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജേണിയായിട്ടാണ് ഇതിനെ കാണുന്നത്. സോ ഇനി ട്വിൻ ഫ്ലെയിംസ് തമ്മിലുള്ള മാരേജിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയാമെന്ന് കരുതി. ഇവിടെ നമുക്ക് മുന്നിലുള്ള തടസ്സങ്ങളല്ല, സാമൂഹികമായിട്ടുള്ള തടസ്സങ്ങളുടെ ബേസിലല്ല വിവാഹം നടക്കുന്നത്. സോൾ കോൺട്രാക്റ്റ് അഥവാ രണ്ട് സോൾസിലും ഒരുമിച്ച് നിന്ന് ഒരു സ്പിരിച്വൽ പർപ്പസ് ചെയ്യണം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെയാണ്, അത്തരം ട്വിൻസിൻ്റെ ഇടയിലാണ് ആ മാരേജ് നടക്കുന്നത്. ചില ട്വിൻസ് ഇവോൾവ് ചെയ്ത് ഹീലിംഗ് ഒക്കെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് സോൾ പർപ്പസ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അവർക്ക് അവിടെ ഡി എമ്മിൻ്റെ ആവശ്യം വരുന്നില്ല. ഇതിൽ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിൽ ഡി എമ്മിൻ്റെ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ലോക നന്മയ്ക്കായിട്ട് പ്രവൃത്തികളെ സംഭാവനകൾ ചെയ്യണം, ഒരുമിച്ചുള്ള എനർജിയിൽ നിന്നും മഹത്തായ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരണം എന്നുള്ളത് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ മറ്റ് തടസ്സങ്ങളൊന്നും നിങ്ങൾക്ക് ബാധകമായിരിക്കില്ല. ചിലപ്പോൾ രണ്ടുപേരും മാരീഡ് ആയിരിക്കും, രണ്ടുപേർക്കും മക്കളുണ്ടായിരിക്കും, പക്ഷേ പ്രകൃതി മിറാക്കുലസ് ആയിട്ട് നിങ്ങളെ ഒരു പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിപ്പിക്കുന്നതായിരിക്കും. മേ ബി അവിടെ ചിലപ്പോൾ മാരേജ് നടന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഫിസിക്കലി ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവിധ സപ്പോർട്ടോടും കൂടി ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നടത്തുന്നതായിരിക്കും. ഇനി സാമൂഹികമായിട്ടുള്ള ഒരു ചെറിയൊരു പ്രയാസം കാരണം മാരേജ് നടന്നേ ഈ സോൾ പർപ്പസ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും യൂണിവേഴ്സായിട്ട് ഒരുക്കി തരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കൂടെ നിൽക്കുന്നവരെ കുറിച്ച് യാതൊരു ടെൻഷനും വേണ്ട. അതൊക്കെ വളരെയധികം ഒരു സോളിനെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും സെറ്റിലാവും. നിങ്ങൾ സറണ്ടർ എന്നുള്ള ഒരു കാര്യം മാത്രം ആണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി പുരാണങ്ങളിൽ നിന്നും ഇത്തരത്തിൽ മാരേജ് നടന്നതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയുമ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് മാരേജിന് വേണ്ടിയിട്ടുള്ളതാണോ, ഇൻ കേസ് മാരേജ് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെന്താണ് ഉദ്ദേശം എന്നത്. കാരണം ഭൂമിയിലെ മാരേജ് എന്ന് പറയുന്നത് വെറും ഒരു കോൺട്രാക്റ്റ് മാത്രമാണ്. നമ്മൾ കുട്ടികളെ ഉണ്ടാക്കുന്നു, അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം വേണം, സ്വത്തുക്കൾ ഒരുപാട് ഭാഗിച്ചു പോകാൻ പാടില്ല, അങ്ങനെ പല കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് വിവാഹം എന്ന് പറയുന്നത്.
അപ്പോൾ വിവാഹിതരായവർ മാനസികമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നുണ്ടാവില്ല. സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുട്ടികളുടെ ഭാവി, ഇതൊക്കെ ആലോചിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് വിവാഹിതരായവരിൽ പല ആളുകളും നിൽക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല. അപ്പോൾ മാരേജ് എന്ന് പറഞ്ഞ ഒരു കടലാസിനേക്കാൾ വില ആത്മാക്കൾ തമ്മിലുള്ള ബന്ധത്തിനാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ട്വിൻ ഫ്ലെയിംസ് മാരീഡ് അല്ലെങ്കിലും അവർ ഓൾറെഡി സ്പിരിച്വലി മാരീഡ് ആണ്. ഒരു മാരേജ് കോൺട്രാക്റ്റ് കൊണ്ട് ഒന്നിപ്പിക്കാവുന്ന തരത്തിലുള്ളതല്ല അവരുടെ ബന്ധം. അതിലും അപ്പുറമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി സൊസൈറ്റിയുടെ മുന്നിൽ മാരേജ് ചെയ്താലേ നമ്മുടെ സോൾ പർപ്പസ് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കണ്ടീഷൻ വരുന്നവർക്ക് മാത്രം, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ തടസ്സങ്ങൾ എന്നുള്ള കാര്യങ്ങൾ മുന്നിലുണ്ടെങ്കിലും അത് നടക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടി DF ഒരു ലീഡറെ പോലെ ആക്ഷൻ എടുക്കണം. ആ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സാണ്. പിന്നെ എന്തിൻ്റെയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിച്ച് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ, അതായത് ഫലത്തെക്കുറിച്ച് ആലോചിക്കാതെയാണ് നമ്മൾ പ്രവൃത്തി ചെയ്യേണ്ടതെന്നല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാതിരിക്കുക, ഇന്നർ വർക്കും കാര്യങ്ങളും ചെയ്യാതിരിക്കുക. നിങ്ങളെ ഇവോൾവ് ചെയ്യിക്കാനായിട്ട്, നിങ്ങളുടെ ഒരു ഡേ സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ ഇന്നർ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മാരേജ് നടക്കേണ്ടവരാണെങ്കിൽ നിങ്ങളിപ്പോൾ മുന്നിൽ കരുതുന്ന എന്ത് തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് അത് നടന്നിരിക്കും. അവിടെ നിങ്ങൾ രണ്ടുപേരും മാരീഡ് അല്ല, അല്ലെങ്കിൽ കാർമിക് പാർട്ട്ണർ കൂടെ ഉണ്ട്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ഒരു എന്താ പറയുക ബാധകമല്ല. പക്ഷേ ഞാൻ കണ്ടുവന്നിട്ടുള്ള ഈ കാർമിക് പാർട്ട്നേഴ്സിനെ നമ്മുടെ ഒരു പല കാരണങ്ങൾ കൊണ്ട്, അതായത് സ്വന്തമായിട്ട് സാമ്പത്തികം കണ്ടുപിടിക്കാൻ പറ്റൂല എന്നുള്ള ബിലീഫ് സിസ്റ്റം ഉള്ളവർ, അല്ലെങ്കിൽ അതിനായിട്ട് ആക്ഷൻ എടുക്കാൻ മടിയുള്ളവർ, സമൂഹത്തിൻ്റെ എന്ത് വിചാരിക്കും എന്നുള്ള ബിലീഫ് സിസ്റ്റം ഉള്ളവർ, ഇങ്ങനെയൊക്കെ ഒരു കാർമിക് പാർട്ട്ണറെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നവരാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നടക്കാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളൊന്നും നടക്കുകയും ഇല്ല എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ ഫ്രീ വില്ല് എടുത്തു, എനിക്ക് മാരേജ് വേണ്ട, എനിക്ക് കാർമിക് പാർട്ട്ണർ മതി എന്നുള്ള ഫ്രീ വില്ല് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സോൾമേറ്റ്സിൻ്റെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, സോൾമേറ്റിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഫിസിക്കൽ മാരേജ് നടന്നിട്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടെ പർപ്പസിന് തീർച്ചയായിട്ടും സോൾമേറ്റ് സപ്പോർട്ടീവ് ആയിരിക്കും എന്നുള്ളത്. അത് ഒറ്റയ്ക്കായാലും ശരി, ഒരുമിച്ച് നിന്നാലും ശരി അല്ലേ. വളരെ അപൂർവം ചില പിന്നെ ആളുകളെ ഞാൻ സോൾമേറ്റിനെ കണ്ടിട്ടുണ്ട്. വൈഫ് ട്വിൻ ഫ്ലെയിം ജേണിയിലാണ്, അപ്പോൾ അവൾക്ക് ഹീലിംഗിലേക്ക് പോകേണ്ടതുണ്ട്, എന്നാൽ എല്ലാവിധ സപ്പോർട്ടും നൽകാമെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന സോൾമേറ്റുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പുരാണങ്ങളിൽ നിന്നുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കിവിടെ മാരേജ് നടക്കുമോ ഇല്ലേ, അല്ലെങ്കിൽ മാരേജ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഈ ജേണിയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ശിവനും പാർവതിയും തമ്മിലുള്ള ഒരു ജേണി, അവരുടെ ഒരു കഥ എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയിലെ ഏറ്റവും വലിയ മാതൃകയാണ്. ദ ജേണി ടു വൺനെസ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ശിവശക്തി ജേണി എന്നൊക്കെ ട്വിൻ ഫ്ലെയിം ജേണിയെ വിളിക്കാറുണ്ട്. അപ്പോൾ സതിയുടെ വേർപാടിന് ശേഷം നമുക്കറിയാം ദക്ഷയാഗത്തിൻ്റെ കഥയൊക്കെ അല്ലേ. സതിയുടെ പിതാവായിരുന്നു ദക്ഷൻ. അദ്ദേഹത്തിന് ശിവനുമായിട്ടുള്ള വിവാഹം തീരെ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ദക്ഷയാഗം നടത്തിയപ്പം ശിവനെ മാത്രം വിളിച്ചില്ല. സതിയുടെ നിർബന്ധപ്രകാരമാണ് ശിവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് ശിവനെ അപമാനിച്ചതിൻ്റെ ഭാരത്താൽ, അതിൻ്റെ ഒരു പ്രയാസത്താൽ സതീമാത ആ ഒരു ഹോമാഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യുകയായിരുന്നു. സതിയുടെ വേർപാടിന് ശേഷം വളരെയധികം വിഷമിച്ച ശിവൻ കൊടും തപസ്സിലേക്ക് പോവുകയാണ് അല്ലേ. അങ്ങനെ സതീദേവി പുനർജനിച്ചു, പാർവതിമാതയായി മാറി. ഈ മാതാ പാർവതിക്ക് ശിവനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. ചേസിങ്ങിലേക്ക് പോയി കാമദേവനൊക്കെ ഇറക്കി പല തന്ത്രങ്ങളും പയറ്റി. പക്ഷെ ശിവൻ ഒട്ടും തന്നെ തപസ്സൊന്നും എണീറ്റില്ല, കാമദേവനൊക്കെ ഭസ്മാക്കി മാറ്റി എന്നുള്ള സ്റ്റോറീസൊക്കെ നമുക്കറിയാം. അപ്പോൾ അവസാനം പാർവതിമാത ഒരു തീരുമാനം എടുത്തു, ഞാൻ ശിവൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയല്ല, എൻ്റെ ഉള്ളിൽ തന്നെയുള്ള വ്യക്തിയാണ്, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചേസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാർവതിമാത കഠിന തപസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആ തപശക്തിയിൽ വൈബ്രേഷൻ ഫ്രീക്വൻസി രണ്ടുപേരുടെയും സെയിം ആയപ്പോഴാണ് ശിവൻ പാർവതിയുമായിട്ട് സംഗമിക്കാനായിട്ട് റെഡിയായത് അല്ലെ, അവരുടെ യൂണിയൻ നടന്നത്. കാരണം ഇവർ തമ്മിലുള്ള മാരേജ് അല്ലെങ്കിൽ ഫിസിക്കൽ യൂണിയൻ എന്ന് പറയുന്നത് ലോകത്തിന് ആവശ്യമായിട്ടുള്ള ഒന്നായിരുന്നു. എന്തുകൊണ്ടെന്നാൽ താരകാസുരൻ എന്ന അസുരനെ വധിക്കാനുള്ള ഊർജം, അതായത് സുബ്രഹ്മണ്യനെ സൃഷ്ടിക്കാൻ ശിവശക്തി സംഗമം അനിവാര്യമായിരുന്നു. മാത്രമല്ല പാർവതി തൻ്റെ തപസ്സിലൂടെ ശിവനെ ആ ഒരു ലൗകിക ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അതായത് ആത്മീയ ജീവിതവും ലൗകിക ജീവിതവും ബാലൻസ്ഡ് കൊണ്ടുപോകണം എന്നാണ്, ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇവിടെ കിട്ടുന്ന ഒരു ചെറിയ മെസ്സേജ് എന്ന് പറയുന്നത്. വിവാഹശേഷം ഇവർ കൈലാസത്തിൽ ഒരുമിച്ച് താമസിച്ചുകൊണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ ആത്മീയ വിദ്യകളും, തന്ത്രം, യോഗ തുടങ്ങിയൊക്കെ ലോകത്തിന് നൽകി. ഒരുമിച്ച് നിന്നാൽ മാത്രമേ വലിയ സൃഷ്ടികൾ സാധ്യമാകൂ എന്ന് ഇത് കാണിക്കുന്നു.
അപ്പൊ ഇങ്ങനെയുള്ള സൃഷ്ടികൾ ലോകത്തിന് വേണ്ടി കൊടുക്കേണ്ടത് കൊണ്ടാണ് അവര് അത്രയും 2 ജന്മം ജനിക്കേണ്ടി വന്നു അല്ലെ. പാർവതി സതിയായിട്ടും പാർവതിയായിട്ടും ജനിക്കേണ്ടി വന്നു, കൊടും തപസ്സിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ ഒരു കഠിനമായ ആത്മീയ യാത്രയുടെ ഒരു സാക്ഷ്യമാണിത്. അപ്പൊ ഇത്തരത്തിലെ സംഭാവനകൾ നൽകേണ്ടത് കൊണ്ട് ഇവരുടെ ഫിസിക്കൽ യൂണിയനും മാരേജൊക്കെ അവിടെ പോസിബിൾ ആയിട്ട് മാറി. ഇനിയൊരു ഉദാഹരണമാണ് വസിഷ്ഠനും അരുന്ധതിയും. പുരാണങ്ങളിൽ ഒരുമിച്ചുള്ള സോൾ പർപ്പസ് ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് വസിഷ്ഠ മഹർഷിയുടെയും അരുന്ധതിയുടെയും ജീവിതത്തിലാണ്. സൂര്യവംശത്തിന്റെ കുലഗുരുവായിട്ട് വസിഷ്ഠൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള എനർജി, ഊർജം, ശാന്തി ഇതൊക്കെ നൽകിയിരുന്നത് അരുന്ധതിയാണ്. വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള ശത്രുത വളരെ ഫേമസ് ആയിരുന്നു. ധാരാളം കഥകൾ ഇതിന് പേരിലുണ്ട്. ഇപ്പോൾ ഒരിക്കല് വിശ്വാമിത്രൻ രാജാവായിരുന്ന കാലത്ത് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തില് അതിഥിയായിട്ട് വിശ്വാമിത്രൻ എത്തുകയാണ്. അപ്പോൾ ആശ്രമത്തിലെ കാമധേനുവായ നന്ദിനി എന്ന പശു സഹായത്തോടുകൂടി വസിഷ്ഠൻ രാജാവിനും സൈന്യത്തിനും ഗംഭീരമായിട്ടുള്ള സദ്യ ഒരുക്കി. കാമധേനുവിനോട് ചോദിച്ചാൽ മതി, അത് സദ്യ ഒരുക്കി തരും. അപ്പോൾ ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട രാജാവ് പശുവിനെ, ആ ദിവ്യമായിട്ടുള്ള പശുവിനെ തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വസിഷ്ഠൻ അത് നിരസിച്ചു. തുടർന്ന് രാജാവാണല്ലോ വിശ്വാമിത്രൻ, അദ്ദേഹം ബലം പ്രയോഗിച്ച് പശുവിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. വസിഷ്ഠൻ തന്റെ ബ്രഹ്മദണ്ഡം ഉപയോഗിച്ച് വിശ്വാമിത്രന്റെ ദിവ്യാസ്ത്രങ്ങളെ നേരിട്ടു. വൻ പോരാട്ടമായിരുന്നു അവിടെ നടന്നത്. വസിഷ്ഠന്റെ ഈ പോരാട്ടത്തിലെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അരുന്ധതിയുടെ പ്രാർത്ഥനയും ആത്മശക്തിയായിരുന്നു. വസിഷ്ഠന്റെ മനസ്സ് ചഞ്ചലപ്പെടാതെയും അഹങ്കാരം കലരാതെയും കാത്തത് അരുന്ധതിയുടെ സാന്നിധ്യമാണ്. കാമധേനു എന്നത് കേവലം ഒരു പശുവല്ല, മറിച്ച് തപസ്സിന്റെ സിദ്ധിയാണ്. ആ സിദ്ധി സംരക്ഷിക്കാൻ വസിഷ്ഠനെ പ്രാപ്തരാക്കിയത് അവരുടെ ആത്മീയ ഐക്യമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കഥ കൂടിയുണ്ട്. വിശ്വാമിത്രനും വസിഷ്ഠനും കൂടി ഉള്ളൊരു വൈരത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥയാണ്. ഇപ്പോൾ രാജാവായിരുന്ന വിശ്വാമിത്രൻ തന്റെ തപസ്സിലൂടെ ബ്രഹ്മർഷി പട്ടം നേടാൻ ആഗ്രഹിച്ചെങ്കിലും വസിഷ്ഠൻ അദ്ദേഹത്തെ ബ്രഹ്മർഷിയായിട്ട് അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ ഇതില് പ്രകോപിതനായിട്ടുള്ള വിശ്വാമിത്രൻ വസിഷ്ഠന്റെ 100 പുത്രന്മാരെയും വധിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു വലിയ ദുഃഖത്തിനിടയിലും വസിഷ്ഠൻ വിശ്വാമിത്രനോട് പകവെച്ച് പുലർത്തിയില്ല. ഒരു രാത്രിയിൽ തന്നെ വധിക്കാനായി വാളുമായിട്ട് വന്ന വിശ്വാമിത്രൻ വസിഷ്ഠനും അരുന്ധതിയും തമ്മിലുള്ള സംഭാഷണം ഒളിഞ്ഞു കേട്ടു. ആകാശത്തെ നിലാവിനെ നോക്കി വസിഷ്ഠൻ പറഞ്ഞു, ഈ നിലാവിന് വിശ്വാമിത്രന്റെ തപസ്സിന്റെ അത്രയും തിളക്കമുണ്ട്. തന്റെ മക്കളെ കൊന്ന ആളുടെ തപസ്സിനെ പോലും പ്രശംസിക്കുന്ന വസിഷ്ഠന്റെ ഹൃദയവിശാലത കണ്ട് വിശ്വാമിത്രൻ സ്തബ്ധനായി. ഈ ക്ഷമയും ശാന്തതയും വസിഷ്ഠനിൽ നിലനിർത്തിയത് അരുന്ധതിയുടെ സമീപ്യമായിരുന്നു. തന്റെ ഭർത്താവിന്റെ തപശക്തി ക്രോധത്തിലൂടെ നഷ്ടപ്പെടാതെ അദ്ദേഹത്തിന്റെ എനർജി അലൈൻമെന്റ് കൃത്യമായിട്ട് നിലനിർത്താൻ അരുന്ധതിക്ക് കഴിഞ്ഞു. ഒടുവിൽ വിശ്വാമിത്രൻ വസിഷ്ഠന്റെ പാദങ്ങളിൽ വീഴുകയും വസിഷ്ഠൻ അദ്ദേഹത്തെ ബ്രഹ്മർഷിയായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അതായത് ഈഗോ, അഹങ്കാരം അത് വിടഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിലെ ബ്രഹ്മർഷി പട്ടം നൽകാനായിട്ട് വസിഷ്ഠൻ തയ്യാറായത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പല സന്ദർഭങ്ങളിലും വസിഷ്ഠന്റെ തപശക്തി ക്രോധത്തിനാൽ നഷ്ടപ്പെടാതെ എനർജി കൊടുത്തുകൊണ്ട് കാത്തുരക്ഷിച്ചത് അരുന്ധതിയാണ്. അപ്പൊ ഇതുപോലെ ഡിവൈൻ മാസ്കുലിന് തൻ്റെ ദൗത്യത്തില് അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിന് തൻ്റെ സോൾ പർപ്പസില് പരസ്പരം എനർജി കൊടുത്തുകൊണ്ട് പൂരകങ്ങളായിട്ട് നിൽക്കാൻ എഗ്രിമെന്റുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹം എങ്ങനെയായാലും നടന്നിരിക്കും എന്നുള്ളതാണ്. അവിടെ സമൂഹത്തിനായിട്ട് മഹത്തായിട്ടുള്ള പല സൃഷ്ടികളും പല കാര്യങ്ങളും ഇവർക്ക്, അതല്ലെങ്കിൽ ധർമ്മത്തെ രക്ഷിക്കേണ്ടതുപോലെ പല ദൗത്യങ്ങളും ഇവർക്കിടയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സോളുകൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളൊക്കെയും വളരെ പുഷ്പം പോലെ യൂണിവേഴ്സ് അത് നീക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു തടസ്സങ്ങളെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഈ കഥ ഇങ്ങനെ ഒരു മാരിറ്റൽ റിലേഷൻ എന്നതിലുപരി ഇന്നർ അലൈൻമെന്റ്, ഇന്നർ യൂണിയനെയും കാണിക്കുന്നതാണ് കേട്ടോ. അതായത് ഒരു സ്ത്രീ പുരുഷ ഊർജം അലൈൻഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയെയും ഈ സ്റ്റോറി സൂചിപ്പിക്കുന്നതാണ്. വിവാഹം എന്നുള്ളത് മാത്രമല്ല, നമ്മളിലുള്ള സ്ത്രീ പുരുഷ ഊർജത്തെയും അലൈൻ ആക്കണം എന്നുള്ളതും ഇവിടെ നൽകുന്ന ഒരു സന്ദേശമാണ്. ഫെമിനിന്റെ എനർജി ആവശ്യമായിക്കൊണ്ട് സോൾ പർപ്പസ് ചെയ്യേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും മാരേജ് നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് രാധയുടെയും കൃഷ്ണന്റെയും കാര്യം തന്നെ എടുക്കാം. കൃഷ്ണന് വേറെ 3 പത്നിമാരുണ്ടായിരുന്നു. എന്നാൽ രാധ ശ്രീകൃഷ്ണന്റെ ട്വിൻ ഫ്ലെയിം ആയിരുന്നു. രാധയെ ഒരിക്കലും കൃഷ്ണൻ കല്യാണം കഴിക്കുന്നില്ല. അപ്പോൾ ആളുകളൊക്കെ ചോദിക്കുകയാണ്, മറ്റൊരാളായ വ്യക്തിയല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, ഞാൻ തന്നെയാണ് രാധ,
ഇപ്പം രാധയെ ഞാൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, അതെങ്ങനെ പോസിബിൾ ആകും? അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒത്തുചേരലിന് മാരേജ് ഒരു നിർബന്ധമല്ല. കാലമോ ദേശമോ സമയമോ ദൂരമോ ഒന്നും ഈ ഒരു ആത്മീയമായിട്ടുള്ള ലയനത്തിന് ഒരു തടസ്സമല്ല എന്നുള്ളതാണ് തങ്ങളുടെ ദിവ്യമായ സ്നേഹം കൊണ്ട് മാരേജ് എന്ന കോൺട്രാക്റ്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കൃഷ്ണനും രാധയും നമുക്ക് കാണിച്ചു തരുന്ന പരിശുദ്ധമായ ആത്മാവിലലിഞ്ഞ സ്നേഹം. രാധ തന്നെയാണ് കൃഷ്ണൻ, കൃഷ്ണൻ തന്നെയാണ് രാധ. അവിടെ വേറൊരു മാരേജിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള കുറച്ച് സ്റ്റോറീസ് ആണ്. ഇതുപോലെ ക്രിസ്ത്യാനിറ്റിയിലും ഇസ്ലാം കമ്മ്യൂണിറ്റിയിലും ഒക്കെ ഉദാഹരണങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ഒന്നുകിൽ രണ്ടുപേരും കൂടി ചേർന്ന് നിന്നിട്ടുള്ള ഒരു സോൾ പർപ്പസ്, അതല്ലെങ്കിൽ ഒരാളുടെ പർപ്പസിനെ ഒപ്പം ചേർന്ന് നിന്ന് എനർജി പ്രൊവൈഡ് ചെയ്യേണ്ട സാഹചര്യം, ഈ രണ്ട് സാഹചര്യങ്ങൾ വരുന്നവരിലാണ് കൂടുതലായിട്ടും മാരേജ് കണ്ടുവരുന്നത്. അത്തരത്തിലുള്ളൊരു സോൾ കോൺട്രാക്റ്റ് ഉള്ളവരിലാണ് മാരേജ് കണ്ടുവരുന്നത്. ഇനി രണ്ടുപേരും വിവാഹം കഴിയാതെ തന്നെ അവർ തനിയെ സോൾ പർപ്പസ് ചെയ്യുക എന്നുള്ളൊരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ മാരേജിൻ്റെ സാധ്യതയുമില്ല. ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്, തടസ്സം എന്നുള്ളതല്ല, നമ്മൾ ഓവർകം ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ. അതിനെക്കുറിച്ച് ആരും വറീഡ് ആവേണ്ട ആവശ്യമില്ല. അതൊക്കെ യൂണിവേഴ്സ് നിങ്ങൾ സറണ്ടർ ആയി കഴിഞ്ഞാൽ ആർക്കും ഒരു പ്രയാസമില്ലാത്ത വിധത്തിൽ ഈ തടസ്സങ്ങളൊക്കെ നീക്കി തരും എന്നുള്ളതാണ്. സോ ഡിയേഴ്സ്, ഒരു മാരേജ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്യണ്ട. ഇനി മാരേജ് ഒരിക്കലും നടക്കില്ല എന്നുള്ള രീതിയിൽ നിരാശയും വേണ്ട. നടക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ നടക്കട്ടെ എന്നുള്ള പോളിസിയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിൻ്റെ ഒരു ഔട്ട്കമ്മിനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ദിവസം പ്രസൻറ്റ് മൊമെൻറ്റിൽ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുക. അപ്പോൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് എന്നുള്ള ഒരു മന്ത്രം പോലെ നിങ്ങൾ ജപിച്ചുകൊണ്ട് നടക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.